പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, മെയ് മാസത്തിൽ അവസാനത്തെ ദിവസമാണ്. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകളിലും അമ്മയുടെ സ്വർഗീയമായ ഒരു മധ്യസ്ഥം അമ്മേ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സുഭാഷിതം 15:16. അവിടെ വചനം വെളിപ്പെടുത്താണ്, വലിയ സമ്പത്തും അതോടൊത്തുള്ള അനർത്ഥങ്ങളുമായി കഴിയുന്നതിനേക്കാൾ മെച്ചം. നോക്കിയേ, വലിയ സമ്പത്തും അതോടൊപ്പമുള്ള അനർത്ഥങ്ങളുമായി കഴിയുന്നതിനേക്കാൾ മെച്ചം ദൈവഭക്തിയോടെ അല്പം കൊണ്ട് കഴിയുന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവഭക്തി എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമാണ്. ഞാൻ എൻ്റെ ഇടവകയിൽ കൊച്ചനായിരുന്ന സമയത്ത് വലിയൊരു സമ്പന്നമായ ഒരു ഇടവകയായിരുന്നു ഒരു ഇടവക. പക്ഷേ നമ്മുടെ തൃശ്ശൂർ അതിരൂപതയിലെ ഏറ്റവും സമ്പന്നമായ ഇടവകളിൽ ഒന്ന്. അവിടെ ഞാൻ അവിടെ കൊച്ചനായിരിക്കുന്ന സമയത്ത് വീട് സന്ദർശനത്തിനൊക്കെ പോകുമ്പോൾ ഞാനിവിടെ നോക്കുമ്പോൾ ഒരു ബെൻസ്, അപ്പുറത്ത് ഓഡി, BMW, ഇത്രയും വണ്ടികൾ. അതായത് നിങ്ങൾ ഓർക്കണം, 2008 ആ ഒരു കാലഘട്ടത്തിലാണ്. ഞാൻ 2007 പട്ടണം. അതുകൊണ്ട് തന്നെ ഭയങ്കര പോഷ് വണ്ടികളും കാര്യങ്ങളും ഇവർ ഭയങ്കര സംഭവമാണല്ലോ. പലപ്പോഴും പ്രിയ സഹോദരങ്ങളെ, വീട്ടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അവിടുത്തെ അമ്മച്ചിമാരുടെ ഇവരുടെയൊക്കെ സങ്കടം കേൾക്കുമ്പോൾ എന്താ വെച്ചാൽ ഒരു കുടിലിൽ കിടന്നാൽ മതിയായിരുന്നു. കഞ്ഞിവെള്ളം ഇറക്കാൻ പറ്റുന്നില്ല. ചിലപ്പോഴൊക്കെ പ്രിയ വചനം എത്ര സത്യമാണെന്ന് അറിയാമോ സഹോദരങ്ങളെ. എനിക്ക് ഓരോ വർഷം കഴിയും തോറുമാണ്, ഓരോ ബർത്ത്ഡേ കഴിയുമ്പോഴാണ് വചനത്തിൻ്റെ ഉൾപ്പൊരുൾ കൂടുതൽ വെളിപ്പെട്ട് കിട്ടുന്നത്. വലിയ സമ്പത്തും അതോടൊത്തുള്ള അനർത്ഥങ്ങളുമായി കഴിയുന്നതിനേക്കാൾ മെച്ചം ദൈവഭക്തിയോടെ അല്പം കൊണ്ട് കഴിയുന്നതാണ്. അനേകരച്ഛനറിയാതെ ഒന്നുമില്ലാത്ത കുറേ പേരെ എനിക്കറിയാം. പക്ഷെ അവർ പറയണത് ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട അച്ഛൻ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉള്ളിലുള്ള കൃപ അത് നഷ്ടപ്പെടുത്താതിരുന്ന മാത്രം മതി. ഈശോയെ ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ഈശോയെ മാത്രം നഷ്ടപ്പെടരുത്, വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. അതാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. ദൈവമേ, ഇന്ന് ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്, യേശു ഒഴികെ ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്. ഞങ്ങളുടെ കണ്ണുനീരിൻ്റെ കാരണവും അതാണ്. ദൈവമേ, സുഭാഷിതം 15:16 അഭിഷേകം ഞങ്ങൾ അറിയട്ടെ. പിന്നെ നോക്കിയേ, ജൂൺ മാസം 1-ാം തീയതി, നാളെ സാബത്ത്. ഈ മഴക്കാലത്ത് ഞാൻ കണ്ടൊരു പ്രത്യേകത, മഴക്കാലമല്ല വേനൽക്കാലമാണെങ്കിൽ ചൂടായിട്ട് ഉറക്കം കിട്ടിയില്ല, അതുകൊണ്ട് നേരം വൈകി വരുന്നു ഞായറാഴ്ച പള്ളിയിലേക്ക്. മഴക്കാലമാണെങ്കിൽ മഴ പെയ്തതുകൊണ്ട് നേരം വൈകി വരുന്നു. സ്ഥിരം പരിശുദ്ധ കുർബാനയ്ക്ക് നേരം വൈകി വരുന്ന ദൈവജനത്തിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിക്ക് ഒരു അടുത്ത നിസ്സംഗതയാണ് ആത്മീയതയിൽ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മുടെ മക്കൾ പുതിയൊരു അക്കാഡമിക് ഇയർ ആരംഭിക്കുകയാണ്. ജൂൺ മാസത്തിൽ 1-ാം തീയതിയാണ്. കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് എല്ലാവരും മുഴുവൻ കുർബാന പിതാവിൻ്റെയും പുത്രൻ്റെയും, ചുരുങ്ങിയത് നിങ്ങളുടെ ദേവാലയത്തിലെ കുർബാന 6:30 6:15 അവിടെ പ്രസൻ്റ് ആവണം. 7 മണിക്കാണോ 6:45 പ്രസൻ്റ് ആവണം. 15 മിനിറ്റെങ്കിലും മുമ്പ് നമ്മൾ പ്രസൻ്റായി ശക്തമായിട്ട് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു വലിയ കൃപ സ്വർഗം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു അധ്യയന വർഷം അവർക്ക് നന്നായിട്ട് പഠിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈശോയായിട്ടുള്ള ബന്ധത്തിൽ കുറേ കൂടി ആഴപ്പെടാനുള്ള ഒരു അവസരമായിട്ട് മാറും. അതെന്താ അങ്ങനെ പറഞ്ഞത് അച്ഛൻ? നന്നായിട്ട് ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കുട്ടി വളർന്നാലുള്ള ഗുണം എന്താണെന്നറിയാമോ? അവനെ ഏൽപ്പിച്ചുള്ള ഉത്തരവാദിത്തങ്ങളിൽ അവൻ വളരും. അതാണ് ദൈവഭക്തിയും അവനെ ഏൽപ്പിച്ചുള്ള ഉത്തരവാദിത്വവും ചേർന്ന് പോകുന്നതാണ്. ഹല്ലേലൂയ. അപ്പോൾ അത്തരത്തിലുള്ളൊരു അഭിഷേകത്തിലേക്ക് സ്വർഗ്ഗം നമ്മെ വഴി നടത്തട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.